ജീവിതത്തിൽ പല പ്രതിസന്ധികളും വന്നേക്കാം. പക്ഷേ അവയൊന്നും തന്നെ നമ്മളെ തളർത്തുന്നവയാകരുത്. ഞാനൊരു കഥ പറയാം. പണ്ട് ഒരിടത്ത് ഫുട്ബോൾ കളി വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ തൻ്റെ സ്കൂൾ ടീമിലെ എക്സ്ട്രാ പ്ലെയറായി റിസർവ്ഡ് ബെഞ്ചിൽ ആയിരുന്നു എപ്പോഴും. ആദ്യ 11 പേരിൽ ഉൾപ്പെടാൻ അവന് സാധിച്ചിരുന്നില്ല. എന്നാൽ എല്ലാ പ്രാക്ടീസിലും അവൻ ആത്മാർത്ഥതയോടെ പങ്കെടുത്തു. കൂടാതെ കളി നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവനോടൊപ്പം തൻ്റെ അച്ഛനെയും അവൻ കൂട്ടാറുണ്ടായിരുന്നു. ചില കളികളിൽ ആദ്യ പകുതിക്ക് ശേഷം കളിക്കാൻ അവന് അവസരം ലഭിച്ചിരുന്നു. കളി നടക്കുമ്പോൾ അച്ഛൻ ഗ്യാലറിയിലെ ബാക്ക് ബെഞ്ചിൽ ഇടം പിടിച്ചിരുന്നു. ചെറുപ്പം മുതൽ മകന് കളിയോടുള്ള ഇഷ്ടം കണ്ട് അച്ഛൻ അവന് ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. അവൻ നല്ലൊരു കളിക്കാരനാവാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അവന്റെ കഠിന പരിശ്രമം കൊണ്ട് അവൻ സ്കൂൾ ടീമിൽ ഇടം പിടിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവന്റെ അച്ഛൻ മരണപ്പെട്ടു. അച്ഛന്റെ മരണം അവന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ആ സമയത്താണ് ആ മത്സരം വന്നത്. ടീമിലെ പ്രധാനപ്പെട്ട ക്വാർട്ടർ ഫൈനൽ മത്സരം നഗരത്തിലെ ഒരു പ്രധാന സ്റ്റേഡിയത്തിൽ നടക്കുന്നു. അച്ഛനില്ലാതെ അവൻ ആദ്യമായി മത്സരം നടക്കുന്ന ഗ്രൗണ്ടിലെത്തി. അവൻ കോച്ചിനെ കണ്ട് തനിക്കും അവസരം തരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ കോച്ച് പറഞ്ഞു, ഈ കളിയിൽ നീ കളിക്കണ്ട. അച്ഛന്റെ മരണാവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്ന നിനക്ക് എങ്ങനെ നന്നായി കളിക്കാനാകും? മാത്രവുമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിനക്ക് പ്രാക്ടീസിലും പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ. അതുകൊണ്ട് നിനക്ക് അടുത്ത കളിയിൽ കളിക്കാം. പക്ഷേ അവൻ കോച്ചിനോട് വീണ്ടും വീണ്ടും തനിക്ക് അവസരം തരണമെന്ന് കേണപേക്ഷിച്ചു. അങ്ങനെ അവസാനം കോച്ച് അവന് അവസരം നൽകി. ആ മത്സരത്തിൽ അവൻ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നന്നായി കളിച്ചു. അവൻ കാരണം അവരുടെ ടീം വിജയിച്ചു. കോച്ചും മറ്റു കളിക്കാരും അത്ഭുതപ്പെട്ടു. ഇത്രയും മികച്ച കളിക്കാരനാണ് നീയെന്ന് എനിക്കറിയില്ലായിരുന്നു, കോച്ച് അവിശ്വാസത്തോടെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നല്ലൊരു കളിക്കാരനാവുക എന്നത് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഇന്ന് ആദ്യമായി എൻ്റെ അച്ഛൻ എൻ്റെ കളി കാണുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഞാനിന്ന് നന്നായി കളിച്ചു. കോച്ചിന് ഒന്നും മനസ്സിലായില്ല. മിക്ക കളികൾ നടക്കുമ്പോഴും നിന്റെ അച്ഛൻ ഗ്യാലറിയിൽ ഉണ്ടായിരുന്നല്ലോ. അവൻ പറഞ്ഞു, ശരിയാണ്, പക്ഷേ എൻ്റെ അച്ഛൻ അന്ധനായിരുന്നു. ആദ്യമായി ഇന്നാണ് എൻ്റെ അച്ഛൻ എൻ്റെ കളി കാണുന്നത്. അവൻ്റെ വാക്കുകൾ കേട്ട കോച്ചും മറ്റു കളിക്കാരും സ്തബ്ധരായി. ദൃഢനിശ്ചയവും അച്ഛനോടുള്ള സ്നേഹവും അവരെ അത്ഭുതപ്പെടുത്തി. ആ മത്സരത്തിന് ശേഷം അവൻ ടീമിലെ പ്രധാനപ്പെട്ട കളിക്കാരനായി മാറി. പിന്നീട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന നല്ല കളിക്കാരനായി അവൻ അവൻ്റെ അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റി. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിൽ തളരാതെ തൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുക. അതിനോട് കൂടെ തന്നെ കൈപിടിച്ച് ഉയർത്തിയവരോടുള്ള കൃതജ്ഞയും കാത്തു സൂക്ഷിക്കുക. നിങ്ങൾ വിജയത്തിൻ്റെ ചവിട്ടുപടിയിലേക്ക് ഉയർത്തപ്പെടും.